പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ആഗോള പ്രതിരോധരംഗത്ത് വീണ്ടും തങ്ങളുടെ മേധാവിത്വം തെളിയിച്ചിരിക്കുകയാണ് റഷ്യ. റഷ്യൻ വ്യോമസേനയുടെ അഭിമാനമായ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം Su-57 ഫെലോണിന്റെ 2 സീറ്റുകളുള്ള അത്യാധുനിക വകഭേദമായ Su-57D വിജയകരമായി ആദ്യ പറക്കൽ പൂർത്തിയാക്കിയെന്ന വാർത്ത പ്രതിരോധ ലോകത്തെയാകെ ഉറ്റുനോക്കുകയാണ്. സുഖോയ് ഡിസൈൻ ബ്യൂറോയിലെ ചീഫ് ടെസ്റ്റ് പൈലറ്റ് സെർഗേ ബോഗ്ഡാന്റെ സുരക്ഷിതമായ കരങ്ങളിൽ വിമാനം ആകാശത്തേക്കുയർന്നപ്പോൾ അത് റഷ്യൻ എഞ്ചിനീയറിംഗ് മികവിന്റെയും വ്യോമയാന സാങ്കേതികവിദ്യയുടെയും പുത്തൻ അധ്യായത്തിനാണ് തുടക്കം കുറിച്ചത്. ആസൂത്രിതം ചെയ്ത ഫ്ലൈറ്റ് മിഷൻ പാരാമീറ്ററുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് നടത്തിയ ഈ പരീക്ഷണം സൈനിക രംഗത്ത് റഷ്യ ഇപ്പോഴും എത്രത്തോളം മുന്നിലാണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുക്കുന്നു. യുക്രൈൻ അധിനിവേശത്തിന് ശേഷം റഷ്യയെ സാങ്കേതികമായും സാമ്പത്തികമായും ഒറ്റപ്പെടുത്താൻ അമേരിക്കയും നാറ്റോ സഖ്യവും പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ യുദ്ധവിമാനത്തിന്റെ ആവിർഭാവം എന്നത് ശ്രദ്ധേയമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ റഷ്യയുടെ വിമാനനിർമ്മാണ മേഖലയെ തളർത്തുമെന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ കള്ളപ്രചരണങ്ങൾക്കുള്ള കനത്ത തിരിച്ചടിയാണ് Su-57D. റഷ്യയുടെ ഒന്നാം ഉപപ്രധാനമന്ത്രി ഡെനിസ് മാന്റുറോവ് വ്യക്തമാക്കിയതുപോലെ റഷ്യൻ വിമാനനിർമ്മാതാക്കൾ തികച്ചും സ്വതന്ത്രമായും പൂർണ്ണമായും ആഭ്യന്തര സാങ്കേതികവിദ്യ ഉപയോഗിച്ചും വികസിപ്പിച്ചെടുത്തതാണ് ഈ അത്യാധുനിക പ്രോട്ടോടൈപ്പ്. വിദേശ ഘടകങ്ങളെ ആശ്രയിക്കാതെ തന്നെ ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനും അവ നവീകരിക്കാനും റഷ്യയ്ക്ക് സാധിക്കുമെന്ന യാഥാർത്ഥ്യം പാശ്ചാത്യ ലോകത്തെ പ്രതിരോധ വിദഗ്ധരെ ഇപ്പോൾ കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. 2 സീറ്റുകളുള്ള അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം സ്വന്തമാക്കുന്നതിലൂടെ ലോകത്തിലെ അതിവിശിഷ്ടമായ ഒരു സൈനിക കൂട്ടായ്മയിലേക്ക് റഷ്യ ഔദ്യോഗികമായി പ്രവേശിച്ചിരിക്കുകയാണ്. നിലവിൽ ചൈനയുടെ ചെങ്കഡു J-20S മാത്രമാണ് ഈ വിഭാഗത്തിൽ പരസ്യമായി അറിയപ്പെട്ടിരുന്ന ഏക വിമാനം. എന്നാൽ Su-57Dയുടെ വരവോടെ ആകാശത്തിലെ ആധിപത്യം തങ്ങൾക്ക് മാത്രമായിരിക്കില്ല എന്ന് റഷ്യ പാശ്ചാത്യ ശക്തികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. കോക്പിറ്റിന്റെ നവീകരണവും പൈലറ്റിന് പിന്നിലായി രണ്ടാമതൊരു ക്രൂ അംഗത്തിന് ഇരിക്കാൻ തക്കവണ്ണം ഉയർന്ന സ്ഥാനമുള്ള നീളമേറിയ മേലാപ്പും ഈ വിമാനത്തിന്റെ സവിശേഷതയാണ്. അധികമായി വരുന്ന ഈ ക്രൂ സ്റ്റേഷൻ വഴി അതീവ സങ്കീർണമായ യുദ്ധസാഹചര്യങ്ങളിൽ പൈലറ്റിന്റെ ജോലിഭാരം ഗണ്യമായി കുറയ്ക്കാനും ശത്രുക്കളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനും സാധിക്കും. വെറുമൊരു പരിശീലന വിമാനമെന്നതിനപ്പുറം ഭാവിയുടെ വ്യോമയുദ്ധതന്ത്രങ്ങളെ മാറ്റിമറിക്കാൻ പോന്ന ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ പ്ലാറ്റ്ഫോമായാണ് Su-57D രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആളില്ലാ യുദ്ധവിമാനങ്ങളെ നിയന്ത്രിക്കുന്ന ക്രൂഡ് അൺക്രൂഡ് ടീമിംഗ് എന്ന ആശയത്തിന്റെ ഭാഗമായാണ് ഇത് പ്രവർത്തിക്കുക. വിമാനത്തിലെ രണ്ടാമത്തെ ക്രൂ അംഗത്തിന് റഷ്യയുടെ സ്വന്തം S-70 ഒഖോട്നിക് B പോലുള്ള വിനാശകരമായ അൺക്രൂഡ് കോംബാറ്റ് എയർ വെഹിക്കിളുകളെ സുരക്ഷിതമായിരുന്ന് നിയന്ത്രിക്കാൻ സാധിക്കും. ഒരൊറ്റ മനുഷ്യൻ നയിക്കുന്ന വിമാനവും അതിനൊപ്പം പറക്കുന്ന ഡ്രോൺ വ്യൂഹങ്ങളും ചേരുമ്പോൾ ശത്രുരാജ്യങ്ങളുടെ റഡാറുകളെയും വ്യോമപ്രതിരോധത്തെയും ഒരേ സമയം ആശയക്കുഴപ്പത്തിലാക്കാനും ആക്രമിച്ചു കീഴടക്കാനും റഷ്യൻ വ്യോമസേനയ്ക്ക് അനായാസം സാധിക്കും. 2 സീറ്റുകൾ ഉൾപ്പെടുത്തുന്നതിനായി കോക്പിറ്റ് പുനർരൂപകൽപ്പന ചെയ്തപ്പോൾ വിമാനത്തിന്റെ ഇന്റേണൽ ഏവിയോണിക്സ് ബേകൾ, ഇന്ധന സംഭരണക്ഷമത എന്നിവയിൽ റഷ്യൻ ശാസ്ത്രജ്ഞർ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. വിമാനത്തിന്റെ പുറത്തുള്ള ഘടനയിലുണ്ടായ മാറ്റങ്ങൾ അതിന്റെ സ്റ്റെൽത്ത് സ്വഭാവത്തെ ബാധിക്കുമെന്ന പാശ്ചാത്യ നിരീക്ഷകരുടെ യുക്തിരഹിതമായ ആക്ഷേപങ്ങളെ റഷ്യ നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. സമീപ വർഷങ്ങളിൽ റഷ്യ വികസിപ്പിച്ചെടുത്ത പരീക്ഷണാത്മക താഴ്ന്ന നിരീക്ഷണ എഞ്ചിൻ നോസിലുകളും പരിഷ്കൃത പ്രൊപ്പൽഷൻ സിസ്റ്റമും വിമാനത്തിന്റെ കുസൃതിയും ആകാശത്തിലെ അതിജീവനക്ഷമതയും വർദ്ധിപ്പിച്ചിട്ടേയുള്ളൂ. അത്യാധുനിക മിസൈലുകളും റേഡിയോ ഇലക്ട്രോണിക് പോരാട്ട സാമഗ്രികളും ഒരേ സമയം കൈകാര്യം ചെയ്യാൻ ശക്തിയുള്ളതാണ് ഈ പുതിയ ഫെലോൺ പതിപ്പ്. യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ CEO വാഡിം ബഡേഹ പ്രത്യാശ പ്രകടിപ്പിച്ചതുപോലെ Su-57ന്റെ ഈ 2 സീറ്റർ പതിപ്പ് അന്താരാഷ്ട്ര കയറ്റുമതി വിപണിയിൽ റഷ്യയ്ക്ക് വലിയ മുന്നേറ്റം സമ്മാനിക്കും. പണ്ട് ഇന്ത്യയും റഷ്യയും സംയുക്തമായി ആസൂത്രണം ചെയ്ത FGFA പദ്ധതിയുടെ ചർച്ചകളിൽ 2 സീറ്റുകളുള്ള ഒരു അഞ്ചാം തലമുറ വിമാനം വേണമെന്നത് ന്യൂഡൽഹിയുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു. സാങ്കേതിക കൈമാറ്റത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ കാരണം അന്ന് ചർച്ചകൾ വഴിമുടങ്ങിയെങ്കിലും ഇന്ത്യ ഒരിക്കൽ ആഗ്രഹിച്ച അതേ അത്യാധുനിക രൂപമാണ് ഇപ്പോൾ റഷ്യ തങ്ങളുടെ സ്വന്തം കരുത്തിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഇതിനകം തന്നെ അൾജീരിയ, ഇറാൻ തുടങ്ങിയ സുഹൃത്ത് രാജ്യങ്ങൾ റഷ്യൻ പ്രതിരോധ സാമഗ്രികളിൽ വലിയ താൽപര്യം കാണിക്കുന്ന സാഹചര്യത്തിൽ Su-57D ആഗോള ആയുധ വിപണിയിൽ അമേരിക്കൻ F-35 വിമാനങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുക. Su-57D ഫെലോണിന്റെ ആവിർഭാവം കേവലം ഒരു യുദ്ധവിമാനത്തിന്റെ പറക്കൽ മാത്രമല്ല, മറിച്ച് റഷ്യയുടെ തന്ത്രപരമായ സൈനിക അഭിലാഷങ്ങളുടെ വലിയൊരു പരിണാമത്തെയാണ് സൂചിപ്പിക്കുന്നത്. യുക്രൈൻ യുദ്ധഭൂമിയിലും ആഗോള നയതന്ത്രത്തിലും റഷ്യയെ തളർത്താൻ ശ്രമിക്കുന്ന പാശ്ചാത്യ ശക്തികൾക്ക് ആകാശത്തുനിന്ന് റഷ്യ നൽകുന്ന ശക്തമായ മുന്നറിയിപ്പാണിത്.
ഇലക്ട്രോണിക് യുദ്ധമുറകളിലും സ്ട്രൈക്ക് കോർഡിനേഷനിലും വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഈ 2-സീറ്റർ പതിപ്പ് വരും നാളുകളിൽ ആഗോള വ്യോമസേനാ ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിയെഴുതും. ലോകത്ത് എത്രയൊക്കെ ഉപരോധങ്ങളുണ്ടായാലും തങ്ങളുടെ പരമാവധികാരവും സൈനിക സുരക്ഷയും ആഭ്യന്തരമായി തന്നെ സംരക്ഷിക്കാൻ റഷ്യ സജ്ജമാണെന്ന പ്രഖ്യാപനമാണ് Su-57Dയിലൂടെ ലോകം കാണുന്നത്.